ഇന്ന് കൊഴുക്കട്ട ശനി. ഓശാന സൺഡേയുടെ തലേ ദിവസം ശനിയാഴ്ച കൊഴുക്കട്ട ശനിയായി ആചരിക്കുന്നു. വെള്ള നിറത്തിലുള്ള ബോളുകൾക്കുള്ളിൽ മധുരം നിറച്ചു നിൽക്കുന്ന ഈ മനോഹരമായ പലഹാരം തന്നെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്ക് രുചിയേകുന്നത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് സഹോദരിമാരായ മർത്തയും മറിയയും വിരുന്നൊരുക്കി എന്നും ആ വിരുന്നിൻ്റെ സമയത്ത് മറിയ കർത്താവിൻ്റെ പാദങ്ങൾ ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തുവെന്നുമാണ് പറയുന്നത്. ഈ വിരുന്നിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സുഗന്ധ തൈലം നിറച്ച ആ കൽഭരണിയുടെ ആകൃതിയിലുള്ള പലഹാരമായ കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട ശനിയായി ആചരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പീഡാനുഭവ യാത്രയിൽ കർത്താവിനെ കല്ലെറിയുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ട എന്നും പറയപ്പെടുന്നുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും ലേശം നെയ്യും വറുത്ത അപ്പപ്പൊടിയും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് അതിൽ നിന്ന് ഓരോ ബോളുകളായി എടുത്ത് കൈവെള്ളയിൽ വച്ച് പരത്തി അതിനുള്ളിൽ തേങ്ങ, ശർക്കര, ഏലക്കാപ്പൊടി മിശ്രിതം വച്ച് ഉരുട്ടി ഇതുപോലെ ബോൾ ആകൃതിയിലാക്കി ആവിയിൽ വേവിച്ചെടുത്താണ് കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. എല്ലാവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.